ആറാമത്തെ പ്രൊഡക്ഷൻ പ്രഖ്യാപിച്ച് മമ്മൂട്ടി കമ്പനി. റോഷാക്കിൽ തുടങ്ങിയ പ്രയാണം പിന്നീട് നൻപകൽ നേരത്ത് മയക്കവും കാതലും കണ്ണൂർ സ്ക്വാഡും പിന്നിട്ട് ടർബോയിലെത്തിയപ്പോൾ അടുത്ത സിനിമ ഏതാണെന്ന ചോദ്യമായിരുന്നു സിനിമാ ലോകത്ത് ഉയർന്നു കേട്ടത്. തുടക്കത്തിൽ തുടരെ പ്രൊജക്ടുകൾ വരികയും എല്ലാം അണിയറയിൽ ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട് എന്ന വാർത്ത പ്രേക്ഷകരെ ആവേശഭരിതരാക്കിയിരുന്നു. എല്ലാ സിനിമകളും കലാപരമായും വാണിജ്യപരമായും മികച്ച വിജയം നേടിയതോടുകൂടി അവസാനം എത്തിയ ടർബോ എന്ന സിനിമയ്ക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഉടലെടുത്തത്. ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ സിനിമ മികച്ച രീതിയിൽ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കുന്നതിൽ 100% വിജയിച്ചെങ്കിലും ഒരു പക്ക കൊമേഴ്സ്യൽ സിനിമ ആയതിനാൽ സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് തകർത്ത് സിനിമയുടെ കളക്ഷൻ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു വലിയ വിഭാഗം പ്രവർത്തിച്ചിരുന്നു. എങ്കിലും അതിനെയെല്ലാം മറികടന്ന് മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സംരംഭമായ ടർബോയും 40 ദിവസങ്ങൾക്ക് മുകളിൽ തിയേറ്ററിൽ ഓടിയതിനു ശേഷം മികച്ച കളക്ഷനോടുകൂടിയാണ് അതിൻ്റെ തേരോട്ടം അവസാനിപ്പിച്ച് ഇനി OTTയിലേക്ക് എത്തുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിയ എല്ലാ സിനിമകളും വിജയിപ്പിച്ച ബോക്സ് ഓഫീസിൽ വൻ വിജയം കൈവരിച്ച നിർമ്മാണ കമ്പനിയായി മമ്മൂട്ടി കമ്പനി മാറിയിരിക്കുന്നു എന്നർത്ഥം. മമ്മൂട്ടി ഒരു നല്ല നടൻ മാത്രമല്ല, ഒരു നല്ല നിർമ്മാതാവ് കൂടിയാണെന്നും ഇതോടുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ടർബോയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ തിയേറ്ററിൽ വരാൻ പോകുന്ന സിനിമ ബസൂക്കയാണെങ്കിലും മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത സിനിമ ഏതാണെന്ന ഉദ്വേഗത്തിൽ ആയിരുന്നു മമ്മൂട്ടി ആരാധകരും മറ്റു പ്രേക്ഷകരുമെല്ലാം. അതിന് വിരാമം ഇട്ടുകൊണ്ട് മമ്മൂട്ടി ഒഫീഷ്യലായി തന്നെ ഗൗതം വാസുദേവ് മേനോന്റെ സിനിമയാണ് മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ സംരംഭം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗൗതം വാസുദേവ് മേനോൻ എന്ന സംവിധായകനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം തമിഴിൽ ചെയ്തു വെച്ച സിനിമകൾ തമിഴർക്കിടയിൽ മാത്രമല്ല കേരളക്കരയിൽ പോലും വലിയ ട്രെൻഡിംഗ് ആയി മാറിയവയായിരുന്നു. കാക്ക കാക്ക, വിണ്ണൈ താണ്ടി വരുവായ, വേട്ടയാട് വിളയാട്, വാരണമായിരം, ഇങ്ങനെ തമിഴരെ പോലെ തന്നെ മലയാളികളും ആഘോഷമാക്കിയ സിനിമകൾ അദ്ദേഹത്തിന്റെ ലിസ്റ്റിലുണ്ട്. ഇപ്പോൾ മമ്മൂട്ടി കമ്പനിയുമായും മമ്മൂട്ടിയുമായും അദ്ദേഹം കൈകോർക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷയും അതുകൊണ്ട് തന്നെ വാനോളമാണ്. അമേരിക്കൻ സിനിമകളുടെ കടുത്ത ആരാധകനായ ഗൗതം വാസുദേവ് മേനോൻ തന്റെ മേക്കിംഗ് സ്റ്റൈലിലേക്ക് മമ്മൂട്ടി എന്ന സ്റ്റൈലിഷ് നടനെ എങ്ങനെയായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നത് തന്നെയാണ് ഈ കൂട്ടുകെട്ട് ഏറെ ശ്രദ്ധേയമാക്കുന്നത്. ചിത്രത്തിലേക്കുള്ള കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഗോകുൽ സുരേഷ് സിനിമയിൽ പ്രധാന വേഷം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഈ വർഷത്തെ ക്രിസ്മസ് റിലീസ് ആയിട്ടായിരിക്കും തിയേറ്ററുകളിൽ എത്തുക. ടർബോയുടെ റിലീസ് പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ മമ്മൂട്ടിയുടെ അടുത്ത സംരംഭം ഏതാണെന്ന് റൂമറുകൾ വന്നു തുടങ്ങിയിരുന്നു. ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നയൻതാര ആയിരിക്കും നായിക എന്ന റൂമറും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ സമന്തയാണ് നായിക എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇനി ഇതിലും രസകരമായ ഒരു കാര്യം, ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി സ്റ്റൈലിഷ് റോളിലെത്തുന്ന ബസൂക്കയിൽ ഗൗതം വാസുദേവ് മേനോനും ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട് എന്നതാണ്. ബസൂക്കയിൽ മമ്മൂട്ടി ഗൗതം മേനോൻ ഓൺ സ്ക്രീൻ കെമിസ്ട്രി വർക്കൗട്ട് ആവുകയാണെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ സംരംഭമായ ഈ സിനിമയ്ക്ക് കൂടുതൽ ഹൈപ്പ് ലഭിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു നടൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ ഓൾറെഡി അരങ്ങേറ്റം കുറിച്ച ഗൗതം മേനോന്റെ ഒരു സംവിധായകൻ എന്ന നിലയിലുള്ള അരങ്ങേറ്റം കൂടിയായിരിക്കും ഈ സിനിമ. മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ട സിനിമയുടെ പൂജയുടെ ചിത്രത്തിൽ ഉണ്ടായിരുന്ന ലെനയും സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ദുൽഖർ സൽമാന്റെ ABCD എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയ സൂരജ് നീരജാണ് ഈ സിനിമയ്ക്കും തിരക്കഥ ഒരുക്കുന്നത്. വാരണം ആയിരം എന്ന സിനിമയുടെ എഡിറ്റിംഗ് നടത്തിയ ലെവലിൻ ആന്റണിയും ധ്രുവനച്ചിത്രം എന്ന ഹിറ്റ് സിനിമയുടെ ഫോട്ടോഗ്രാഫി കൈകാര്യം ചെയ്ത വിഷ്ണുദേവും ഈ ടീമിനോടൊപ്പം ചേരുന്നുണ്ട്. ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന സിനിമ ഒരു കോമഡി ട്വിസ്റ്റോടുകൂടിയാണ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.